ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഫേമസ് സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ആലു ടിക്കി ചാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്മാഷർ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. വളരെ വലിയ കട്ടയില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു അരക്കപ്പോളം ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു കുറച്ച് ചെറിയ സ്പൂണിൻ്റെ അകത്ത് മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ കുഴയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കയ്യിൽ ഇത് കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നി. എനിക്കങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി എൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉരുളുന്ന ഒരു പാകമാവണം. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി അത് പരിപ്പ് വടക്കി പരത്തുന്ന പോലെ രീതിയിൽ ഇങ്ങനെ പരത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മുടെ ഇതിങ്ങനെ പരിപ്പ് വടക്കി പരത്തുന്ന പോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പം ഫ്രൈ ചെയ്തെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ പരത്തി ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ടിക്കി നമുക്ക് തവയിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് ഒരു വശം തിരിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച് സ്മാഷർ വെച്ച് തന്നെ ഒന്നും കൂടെ തവയെ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി നന്നായിട്ടൊന്ന് പരന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആവും. നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാഷറിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറിനകത്ത് ഉപയോഗിക്കാവുന്ന ആലു ടിക്കി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ പീ കറിയാണ്. അപ്പോൾ ജസ്റ്റ് ആ ടിക്കി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ മഞ്ഞ പട്ടാണി കടലയുടെ കറി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് സവാള കട്ട് ചെയ്തതും പിന്നെ കുറച്ച് തൈരോ കുറച്ച് സോസോ ഒരു ഗ്രീൻ സോസോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് സവാള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.